നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിപണിയിൽ ഇന്ന് ബാങ്കിംഗ് ഓഹരികൾ ഉണ്ടാക്കിയ വൻ തകർച്ചയാണ് നാം കണ്ടത്. നിഫ്റ്റി വീണ്ടും 24,000-ന് താഴേക്ക് പതിച്ചു. എന്നാൽ ഇതിലും ഗൗരവമുള്ള മറ്റൊരു വാർത്ത വരുന്നത് വ്യോമയാന മേഖലയിൽ നിന്നുമാണ്. ഇന്ധനവില താങ്ങാനാവാതെ താൽക്കാലിക അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ് ഇന്ത്യൻ വിമാന കമ്പനികൾ. ഇതിനൊപ്പം വിശാഖപട്ടണത്ത് വരുന്ന ഗൂഗിളിന്റെ 1.35 ലക്ഷം കോടിയുടെ വമ്പൻ AI പ്രോജക്റ്റ്, മാരുതി സുസുക്കിയുടെ റെക്കോർഡ് ഡിവിഡന്റ്, ഒപ്പം അമേരിക്ക ഇറാൻ പ്രശ്നത്തിലെ പുതിയ വഴിത്തിരിവ് തുടങ്ങി നിങ്ങളുടെ നിക്ഷേപങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തെ നമ്മൾ ATF എന്ന് ചുരുക്കി വിളിക്കാറുണ്ട്. എന്താണ് ഇതിന്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ ഏവിയേഷൻ ടെക്നിക്കൽ ഫ്യൂവൽ, ഓപ്ഷൻ ബി എയ്റോ ട്രാൻസ്പോർട്ട് ഫ്യൂവൽ, ഓപ്ഷൻ സി ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ആദ്യമായി ഇന്നത്തെ വിപണിയിലെ തകർച്ചയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെ മുന്നേറ്റങ്ങൾക്ക് ശേഷം സെൻസെക്സ് ഇന്ന് 400 പോയിന്റുകൾ ഇടിഞ്ഞു. നിഫ്റ്റി 50 ആകട്ടെ 24,000 എന്ന പ്രധാന ലെവൽ തകർത്ത് താഴെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ പാനിക് സെല്ലിംഗിന് പ്രധാന കാരണം ബാങ്കിംഗ് ഓഹരികളാണ്. വലിയ ബാങ്ക് ഓഹരികളിൽ വന്ന പ്രോഫിറ്റ് ബുക്കിംഗ് ഇൻഡെക്സിനെ മൊത്തത്തിൽ താഴേക്ക് വലിക്കുകയായിരുന്നു. ഇനി വ്യോമയാന മേഖലയിൽ നിന്നും വിപണിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നോക്കാം. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ്ജെറ്റ് തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികളുടെ കൂട്ടായ്മയായ FIA സർക്കാരിന് ഒരു അടിയന്തര SOS സന്ദേശം അയച്ചിരിക്കുകയാണ്. കുതിച്ചുയരുന്ന ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ATF വില കാരണം കമ്പനികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അടിയന്തരമായി സർക്കാർ ഇടപെട്ട് നികുതി ഇളവുകൾ നൽകിയില്ലെങ്കിൽ വിമാന കമ്പനികൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് ഷട്ട്ഡൌൺ റിസ്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ ഈ എണ്ണ പ്രതിസന്ധിക്ക് പരിഹാരമായേക്കാവുന്ന ഒരു വാർത്ത അമേരിക്കയിൽ നിന്നും വരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ടുവച്ച പുതിയൊരു സമാധാന പ്രൊപ്പോസൽ തങ്ങൾ ഗൗരവമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഈ ചർച്ചകൾ വിജയകരമായാൽ ഗൾഫിൽ നിന്നുള്ള എണ്ണ വിതരണം സാധാരണ നിലയിലാകുകയും ക്രൂഡ് ഓയിൽ വില വലിയ രീതിയിൽ താഴേക്ക് വരികയും ചെയ്യും. അടുത്തത് ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ ഇന്ത്യയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകുന്ന ഒരു വാർത്തയാണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ഗൂഗിളിന്റെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഡേറ്റാ സെന്ററിന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തറക്കല്ലിട്ടു. 1.35 ലക്ഷം കോടി രൂപയുടെ വമ്പൻ നിക്ഷേപമാണ് ഗൂഗിൾ ഇവിടെ നടത്തുന്നത്. ഇന്ത്യയിലെ AI വിപ്ലവത്തിനും IT മേഖലയ്ക്കും വലിയൊരു കുതിപ്പേകാൻ ഈ മെഗാ പ്രോജക്റ്റിന് സാധിക്കും. അവസാനമായി ഇന്ന് പുറത്തുവന്ന ഗംഭീര Q4 റിസൾട്ടുകളും ഡിവിഡന്റ് പ്രഖ്യാപനങ്ങളും നോക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി തങ്ങളുടെ ഓഹരി ഉടമകൾക്ക് 2026 സാമ്പത്തിക വർഷത്തേക്ക് ഒരു ഷെയറിന് 140 രൂപ വീതം ഡിവിഡന്റ് കമ്പനി പ്രഖ്യാപിച്ചു. ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് കമ്പനി ഉടൻ അറിയിക്കും. ഒപ്പം തന്നെ എറ്റേണൽ കമ്പനിയുടെ അറ്റാദായം കഴിഞ്ഞ പാദത്തെ അപേക്ഷിച്ച് 71% കുതിച്ചുയർന്ന് 174 കോടി രൂപയിലെത്തി. സോളാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന വെബ്സോൾ എനർജിയുടെ റിസൾട്ടും നല്ലതായിരുന്നു. കമ്പനിയുടെ ലാഭം 158% വർദ്ധിച്ച് 125 കോടി രൂപയായി. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമായ ATF എന്നതിന്റെ പൂർണ്ണരൂപം ഓപ്ഷൻ സി ആയ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ എന്നാണ്. ശരിയുത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. നന്ദി.